ബാംഗ്ലൂരിലെ ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ്സിനെയും യുപിഐനെയൊക്കെ പേടിച്ചാണ്ടിരിക്കണം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, GST ആണ് അതിൻ്റെ റീസൺ. ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് വന്നപ്പം ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് നടന്നുകൊണ്ടിരുന്ന സിറ്റിയാണ് ബാംഗ്ലൂർ. ഇതിനൊറ്റ കാരണമേ ഉള്ളൂ, ബാംഗ്ലൂർ സിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് ടെക്കീസാണ്. അവർ ക്യാഷ്ലെസ് പേയ്മെന്റ്സും UPI വഴിയുള്ള പേയ്മെന്റ്സുമാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ചെറുകിട കച്ചവടക്കാരും പെട്ടെന്ന് തന്നെ UPIയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അവർക്ക് നല്ല ലാഭം ഉണ്ടായിട്ടുണ്ട്. ലാഭം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കച്ചവടം ഉണ്ടായിട്ടുണ്ട്. ഈസി പേയ്മെന്റ്സ് ആണ് എല്ലാവരും UPI വയ്ക്കുന്നവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് പുറകിലോട്ട് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ GST വകുപ്പ് 2022-2025 GST നോട്ടീസസ് ഈ ചെറുകിട കച്ചവടക്കാർക്ക് അയച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചെറുകിട കച്ചവടക്കാരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടേ കാണും. എങ്ങനെയെങ്കിലും UPI സെറ്റ് ചെയ്ത് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് കാണും. അപ്പോൾ അതിനകത്താണ് ഈ ബിസിനസ്സിൻ്റെ പൈസ, ഈ അവരുടെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിൻ്റെ പൈസ വരുന്നത്, അവരുടെ പേഴ്സണൽ മണി, ആരെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ ആ പൈസ വരുന്നത്, ഇതെല്ലാം ഒരു ഒറ്റ അക്കൗണ്ടിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ ഇവർ GST രജിസ്ട്രേഷൻ ചെയ്തതാണല്ലോ. ഈ ചെറുകിട കച്ചവടക്കാർക്ക് GST രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് അറിയില്ല. കാരണം 20 ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ട്സിനാണ് GST രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇവർക്ക് ചിലപ്പം ഇവരുടെ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം 20 ലക്ഷത്തിന് താഴെ കാണുള്ളൂ. ബാക്കി ഇവരുടെ അല്ലാതെ പേഴ്സണലായിട്ട് വരുന്ന പൈസയും അതൊക്കെ കൂടെ ആയിരിക്കും 20 ലക്ഷം ആവുന്നത്. പക്ഷേ ഇപ്പോൾ 20 ലക്ഷത്തിന് താഴെ ഉള്ളവർക്കും GST വകുപ്പ് നോട്ടീസ് അയച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവരിത് GST രജിസ്ട്രേഷൻ ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് നോട്ടീസ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യല്ലേ, നിങ്ങൾക്ക് ഇത്രയും വരുമാനം എവിടെ നിന്ന് വരുന്നു, അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണ്, നിങ്ങൾ ഈ GST റിട്ടേൺസ് ഫയൽ ചെയ്യാത്ത എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ നോട്ടീസ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇവർക്ക് അക്കൗണ്ടൻറ്റോ ഇവർക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സോ ഒന്നുമില്ല ഈ ചെറുകിട കച്ചവടക്കാർക്ക്. അതേപോലെ തന്നെ ഈ കച്ചവടക്കാരുടെ കേസിലെന്ന് പറയുമ്പോൾ ഈ GST വകുപ്പിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന് ഫ്രൂട്ട്സ്, പിന്നെ ബുക്സ്, പാല്, ഈ ബ്രാൻഡഡ് അല്ലാത്ത ഫുഡ് ഐറ്റംസ്, ഇതൊന്നും GSTയിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളെ അല്ല. പക്ഷേ ഇത് ഗവൺമെൻറ്റിനോട് പ്രൂവ് ചെയ്യാൻ ഈ കച്ചവടക്കാർക്ക് ഒരു തെളിവുമില്ല. ഇവർക്ക് അക്കൗണ്ടൻസ് ഇല്ല, ഇവർക്ക് എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർക്കൊരു വഴിയില്ല. ഗവൺമെൻറ് ചോദിക്കുന്ന ആ ടാക്സ് ഇവർക്ക് അടയ്ക്കേണ്ടി വരികയാണ്. ഇവർക്ക് എന്ത് കച്ചവടം ചെയ്തിട്ടാണ് ഈ പൈസ അക്കൗണ്ടിൽ വരുന്നതെന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവർക്ക് അതിനുള്ള പ്രൂഫ് ഇല്ല. അപ്പോൾ ഇവരിപ്പോൾ ചിന്തിച്ചത് എന്താണ്, UPI വേണ്ട, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വേണ്ട, ക്യാഷ് തന്നെ തരണം, ക്യാഷാണ് ബെസ്റ്റ്, അതാകുമ്പോൾ കയ്യിൽ പൈസ നിൽക്കുകയും ചെയ്യും, ടാക്സ് അടയ്ക്കുകയും വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, കൂടുതൽ കച്ചവടക്കാരും UPI വേണ്ട, ക്യാഷ് തരുന്നവർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്, UPI ഇല്ലെന്ന് എഴുതി വെക്കുന്നവരുണ്ട്, UPI അല്ലാതെ ക്യാഷ് ആയിട്ട് തരുന്നവർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് എന്നും പറഞ്ഞാണ് ഇപ്പോൾ ആൾക്കാർ സാധനം വയ്ക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ആരൊക്കെയാണ് വരാൻ പോകുന്നത്, അത് ഇന്ത്യക്കാണ്. ഡിജിറ്റൽ ഇന്ത്യ ഇത്രയും പുഷ് ചെയ്തിട്ട് ഇത്രയും UPI പേയ്മെൻറ്റ്സ് മന്ത്ലി നടന്നിട്ട് അത് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ UPI പേയ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരുന്ന ബാംഗ്ലൂർ തന്നെ ഇങ്ങനൊരു വേവ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹോൾ ഇന്ത്യയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബോധവൽക്കരണം കൊടുക്കണം. അതേപോലെ ഗവൺമെൻറ് ചെക്ക് ചെയ്യണം, ഇതിപ്പം പേഴ്സണൽ മണി ഇത് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് വെക്കണമെന്ന് ഈ ചെറുകിട കച്ചവടക്കാരെ അറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും ബോധവൽക്കരണം ആദ്യം ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ലോസ് കൊണ്ടുവരണം. ഈ GST എക്സം ചെയ്തിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ GST ഒഴിവാക്കിയിട്ടുള്ള ഈ ഐറ്റംസ് വിൽക്കുന്നവർക്ക് GST നോട്ടീസ് അയക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റല്ലേ, GST വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റല്ലേ. അപ്പോൾ അത് ഒഴിവാക്കണം. അതേപോലെ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇവർക്ക് പേഴ്സണലി വന്ന പൈസയാണോ അതാണോ എന്ന് ഗ്രീവൻസ്, ഇവരെ പരാതി അറിയിക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവണം. അതുമില്ല. ഈ ചെറുകിട കച്ചവടക്കാർക്ക് ഇതൊന്നും അറിയിക്കാൻ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതും ഇതിൽ വലിയൊരു റീസൺ ആവുന്നുണ്ട്. സോ അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ ആരെങ്കിലും അവിടെ UPI വേണ്ട അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ പേടിയായതുകൊണ്ടൊന്നുമല്ല, അവർക്ക് GST പേടിയായിട്ടാണ്.